ഒരുപാട് പേർക്ക് മൊമെന്റോ ലഭിക്കാനുണ്ട് അല്ലെ, ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് മൊമെന്റോ ലഭിക്കാനുണ്ട്. അപ്പൊ ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ജിജ സുരേന്ദ്രൻ മാം. ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ സ്നേഹം ഇതുപോലെ തന്നെയാണ്. അച്ഛമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി തുടങ്ങിയ ഈ പ്രോജക്റ്റ് ഇങ്ങനെ പോകുമ്പോൾ വേദനയുണ്ട്. എന്നാലും നമ്മുടെ വേദനയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് സജി ഇതുപോലൊരു പരിപാടി വെച്ചപ്പോൾ സങ്കടമൊക്കെ എവിടെയോ മാറി മറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞ ജനുവരി 1 26 വർഷം കംപ്ലീറ്റ് ആയി. 27 വർഷം തുടങ്ങുകയാണ് ഞാൻ. പക്ഷേ ഏകദേശം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള എല്ലാ പ്രൊഡ്യൂസർമാരെയും ഞാനും ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്കറിയാം എല്ലാവരെയും. പക്ഷെ ഇതുപോലൊരു പ്രൊഡ്യൂസറെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ അനുഭവത്തിലില്ല. കാരണം ഇവിടെ ഇപ്പം സന്തോഷമുണ്ട്, ഷിജു അരൂരുണ്ട്, ആദിത്യനുണ്ട്, നമ്മുടെ ഗ്രൂപ്പുകൾ എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഇത് തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം നഷ്ടത്തിലാണെങ്കിലും പരാജയത്തിലാണെങ്കിലും വേദനയിലാണെങ്കിലും കൂടി എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് നമ്മളെ യാത്ര അയക്കുന്ന ഒരു പ്രൊഡ്യൂസർ. സത്യത്തിൽ സജിക്ക് ഇതിലുണ്ടായിരുന്ന നഷ്ടങ്ങളും വേദനകളും എല്ലാം മാറി ഇനിയുള്ള എല്ലാ പ്രോജക്റ്റും ഗംഭീരമായി നല്ല ഉയരത്തിലെത്തി ആജീവനാന്തം നല്ലൊരു പ്രൊഡ്യൂസറായി കുടുംബത്തോടൊപ്പം സന്തോഷമായി മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം ജീവിക്കുന്നത് എന്റെ ജീവൻ വരെയും കാണണമേ എന്ന പ്രാർത്ഥന എനിക്കുണ്ട്. താങ്ക് യു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അംബിക മോഹൻ. ഏറെ സ്നേഹത്തോടു കൂടി മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം അംബിക മോഹൻ. എന്താണ് മാം പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസങ്ങളെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ നമ്മുടെ ഗിരിയുടെ അമ്മയായിട്ടാണ് വന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് എപ്പിസോഡുകൾ പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. കാരണം ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ, ഞാൻ ജോയിൻ ചെയ്തതിൽ എൻ്റെ ഒരു ഫോട്ടോ വെച്ച സമയത്ത് തന്നെ ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നോട് പറയുമായിരുന്നു, അനുരാഗ ഗാനമേളത്തിലുണ്ടല്ലേ മാം, കാരണം നായകന്റെ അമ്മയായിട്ടാണല്ലേ. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ സീരിയൽ ഇത്ര വലിയ ഹിറ്റായിട്ട് എല്ലാ ജനങ്ങളും കാണുന്ന ഒരു വലിയ സീരിയലാണല്ലോ. പ്രത്യേകിച്ച് ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു, കളമശ്ശേരി ഷൂട്ട്. എനിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷെ അധികം എപ്പിസോഡുകളൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ആ ചെയ്ത അത്രയും സമയം എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞാൻ സീരിയൽ ഇപ്പൊ 3 വർഷം 4 വർഷമൊക്കെ ചെയ്ത സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു സന്തോഷമായിട്ട് ഇതുപോലെ ഒരു ഫംഗ്ഷൻ ഇത്ര വലിയ ആർഭാടമായിട്ട് നടത്തി ഞാൻ കണ്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട് സജി, ഒരുപാട് സന്തോഷം. ഇനിയും കൂടുതൽ നല്ല നല്ല പ്രോജക്റ്റുകൾ വരുവാനും നന്നായി ചെയ്യുവാനും സജിക്ക് കരുത്താകട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, ആക്ച്വലി നമുക്ക് ഒരാളെ കൂടെ മെൻഷൻ ചെയ്യാനുണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി എത്താൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂട്ടിക്കൽ ജയചന്ദ്രൻ. ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കൂട്ടിക്കൽ ജയചന്ദ്രൻ. ഓക്കെ, അദ്ദേഹം ഇല്ല. ഓക്കെ, അടുത്തതായി സ്വാഗതം ചെയ്യുന്നു നിത പ്രോമി. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിത പ്രോമി. എന്താണ് ചേച്ചി പറയാനുള്ളത്? പറയാൻ ഒരുപാടുണ്ട്. മനസ്സിൽ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നാള് ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളെല്ലാവരും അനുരാഗ ഗാനത്തിൽ ഒരുമിച്ച് നിന്നു. ഇന്ന് പിരിയുമ്പോൾ വിഷമമുണ്ട്. ബട്ട് സ്റ്റിൽ നിന്ന അത്രയും കാലം ഒരുമിച്ചാ നിന്നത്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഷൂട്ടിൻ്റെ ബ്രേക്കിന് ഇടയിലുള്ള നമ്മുടെ ഒത്തുചേരൽ, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, എല്ലാം മിസ് ചെയ്യും. താങ്ക് യു ഈച്ച് ആൻഡ് എവ്രി വൺ. അനുരാഗ ഗാനത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ കൂടെ അഭിനയിച്ചവർ, മേക്കപ്പിലുണ്ടായിരുന്നവർ, ആർട്ടിലുണ്ടായിരുന്നവർ, ഡയറക്ടേഴ്സ്, നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്, എല്ലാവരോടും
ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. തീർച്ചയായും ഈ ഒരു ഒത്തൊരുമ എല്ലാ കാലവും ഉണ്ടാവട്ടെ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തോമസ് കുട്ടി. ഇല്ല, ഓക്കെ. നെക്സ്റ്റ് ജസീല പർവീൻ. ഏറെ സ്നേഹത്തോടു കൂടി ജസീല പർവീനെ സ്വാഗതം ചെയ്യുന്നു. ജസീല, എന്താണ് പറയാനുള്ളത്? ഹായ് എവ്രിവൺ, ഹാപ്പി വുമൻസ് ഡേ. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ദിവസം ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. റിയലി ഡോണ്ട് വാണ്ടഡ് ടു എൻഡ് ദിസ്. പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു പാക്ക് പരിപാടി ഇപ്പോൾ ഞാൻ കുറേ വർഷമായി സീരിയലിൽ അഭിനയിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ 10th സീരിയൽ. അതിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ആക്ച്വലി പാക്കപ്പ് പാർട്ടി ഇങ്ങനെ ഒരു സെലിബ്രേഷനോടെ ആഘോഷത്തോടെ അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വാക്കിലും 2 വാക്കിലും 3 വാക്കിലും ഇപ്പോൾ ഉള്ള ഈ ഒരു മിനിറ്റിൽ തീർക്കാൻ പറ്റിയ ഒരു വാക്കുകളല്ല. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ലൈഫ് ലെസൺസ് ആണ്, ലേണിങ്സ് ആണ് ഈ ഒരു സീരിയലിലൂടെ കിട്ടിയിരിക്കുന്നത്. സോ ഈച്ച് ആൻഡ് എവറി ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഇല്ല ആർട്ടിസ്റ്റ് കൂടെ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ലേണിങ്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ആ ഒരു സന്തോഷം ആയിക്കോട്ടെ, പിന്നെ കുറേ സിറ്റുവേഷൻസിൽ ടഫ് സിറ്റുവേഷൻസിൽ പോയിട്ട് വരുമ്പോൾ കിട്ടിയ പ്രൊഡ്യൂസേഴ്സിന്റെ സപ്പോർട്ട് ആയിക്കോട്ടെ. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ഇത്രയാണ് അളവെന്ന് റേഞ്ച് ചെയ്ത് പറയാൻ പറ്റത്തില്ല. It was a huge experience and life learnings ആണ്, lessons ആണ്. I'm taking all the positivity inside and പിന്നെ എല്ലാം lessons ആയിട്ട് കരുതാണ്. And ചേട്ടാ, all the very best for your thing and thank you so much for supporting us throughout and എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് ഓൾ ദ പോസിറ്റിവിറ്റി. റീന ചേച്ചി ആണെങ്കിലും എല്ലാവരും. സോ ഞാൻ പെർട്ടിക്കുലർലി പേര് പറയുന്നില്ല, പേര് പറഞ്ഞ എല്ലാവരുടെയും പറയേണ്ടി വരും. സോ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജയ് നാരായണൻ. ഓക്കെ, അദ്ദേഹം വന്നിട്ടില്ല. നെക്സ്റ്റ് മാത്യു ജോട്ടി. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാത്യു ജോട്ടി. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസിലിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ഒരാളുടെ കോള് വന്നു അപ്രതീക്ഷിതമായിട്ട്. സൈസാറായിരുന്നു അത്. അങ്ങനെ എനിക്കൊരു കോള് വരികയും എന്നോട് ചോദിക്കുകയാണ്, ഞാനൊരു സീരിയൽ തുടങ്ങാൻ പോവാ, നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ കൂടെ പോകുന്നതാണ്. അപ്പോ ജോലി റിസൈൻ ചെയ്തു ഞാൻ. അങ്ങനെ ഇറങ്ങി തിരിച്ചാണ് ഇതിന്. ലാസ്റ്റ് ഡേ ആണ്. വളരെ സങ്കടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഫാമിലി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ഭയങ്കരമായിട്ട്. എന്താ പറയാ, ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ കണ്ടിരിക്കുന്നതിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ, ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്. ഞാൻ ഈ ക്രൂ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഒന്നിട്ട് കഴിഞ്ഞാൽ തിരിച്ചൊരു 3 ആയിട്ട് ഇട്ട് വരുന്ന ആർട്ടിസ്റ്റുകളാണ്. അതാണ് ഈ സീരിയലിൻ്റെ വലിയൊരു വിജയം. പ്രിൻസ് ആയിക്കോട്ടെ, കവിചേച്ചി ആയിക്കോട്ടെ, പേരെല്ലാവരും എല്ലാവരുടെയും പറയേണ്ടി വരും. കൂട്ടിക്കൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ള കൂട്ടിക്കലാണ്. പുള്ളി വേറെ ഷൂട്ടിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് KK സാറ് തൊട്ട് ശിശു സാറ്, രാജൻ സാറ്, പുരുഷോത്തം സാർ, അങ്ങനെ കുറെ പേര് വന്നിരുന്നു. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇതിവിടെ ഇത്ര നല്ല രീതിയിൽ ഇവിടെ വരെ എത്തിയത്. എന്തോ സാഹചര്യം നിന്നുപോയി, പക്ഷെ കുഴപ്പമില്ല. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. താങ്ക് യു ഗൈസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ തോമസ് കുട്ടി ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തോമസ് കുട്ടി ചേട്ടനെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് വാക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകി പോയി. താങ്ക്സ് ഫോർ വെയിറ്റിംഗ് മീ. എന്താ പറയാ, ഇത് ആക്ച്വലി ഒരു ഫാമിലി പോലെയാണ് ഇത് പൊക്കോണ്ടിരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും, നമ്മുടെ യൂണിറ്റിലുള്ള ആൾക്കാരാണെങ്കിലും, ഫുഡിലുള്ള ആൾക്കാരാണെങ്കിലും, എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയെങ്കിലും വന്നുകൊണ്ടിരുന്നവരെല്ലാവരും നല്ല നല്ല ടീമുകളായിരുന്നു. നമുക്ക് അങ്ങനെ വലിയ ബോറിങ്ങും പരിപാടികളും ഒന്നും ഇല്ലായിരുന്നു. എന്താ പറയാ, സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട് ഇതങ്ങ് നിർത്തുന്നല്ലോ എന്നുള്ള ആലോചിച്ച്. പിന്നെ ഇത്രയും നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ബാക്കിയുള്ള കാര്യം നായനെ കുറിച്ചല്ലേ പറയുള്ളൂ, നിന്നെ പറ്റി പറയാൻ തീരത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനൊന്നും പറയുന്നില്ല. സത്യം പറയാല് ഒന്നും പറയാനില്ല. ഞാൻ ഇത്ര നാളും വർക്ക് ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്തൊരു വർക്കായിരുന്നു ഇത്.
എല്ലാവരും കൂടെ ഉള്ളവരാണേലും എന്താ പറയാ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എല്ലാവരെയും. എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും, ഡയറക്ടേഴ്സ് ആണെങ്കിലും അസോസിയേറ്റ് അസിസ്റ്റന്റ് എല്ലാവരും. പ്രൊഡ്യൂസർക്ക് അങ്ങനെ വരാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പ്രൊഡ്യൂസറെ കാണാറുണ്ടെങ്കിലും എല്ലാവരും ഒരുപാട് സന്തോഷം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അതിനിടയിൽ നമുക്ക് മറ്റൊരു മൊമെന്റോ കൂടെ നൽകേണ്ടതുണ്ട്. വെഹിക്കിൾ ടീമിൽ ഫിറോസ് ആൻഡ് ടീമിനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. Thank you so much. Back to the artist. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ഐശ്വര്യ ശങ്കർ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഐശ്വര്യ ശങ്കർ. ഹായ് എവ്രി വൺ. എനിക്ക് അങ്ങനെ സ്പീച്ച് ഒന്നും പറയാനറിയില്ല, എന്നാലും ഞാൻ പറയാം. I'm gonna miss you everyone. Thank you so much for the love. Thank you. താങ്ക് യു സോ മച്ച്. അടുത്തതായി രേഷ്മ നായർ. രേഷ്മ നായർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. രണ്ട് വാക്കിലൊന്നും പറഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 2-3 മാസം മുന്നേ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കുറെ വിഷമിച്ചു. അതുകൊണ്ട് ഇന്നിപ്പോ വലിയ വിഷമം വരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇവിടെ മിസ് ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. എന്റെ ലൈഫില് ഞാൻ അത്രയും ഒന്നും ആരുമായിട്ടും അടുത്തിട്ടില്ല. ഇവൻ ഇവിടെ നമ്മൾ റീന ചേച്ചി, ഐശ്വര്യ, തുഷാര ചേച്ചി എല്ലാവരും പറയണം, ഞാൻ ഭയങ്കരമായിട്ട് അവരെയൊക്കെയാണ് മിസ് ചെയ്തിരുന്നത്. ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു, എറണാകുളത്തേക്ക് വരാം, ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഷൂട്ട് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പോ ഇത് തീരാന്ന് പറഞ്ഞപ്പോ ഭയങ്കര വിഷമമായി. ഇനി അങ്ങനെ അധികം ഒന്നും ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ എല്ലാരെയും മിസ് ചെയ്യും. അപ്പൊ സജേട്ടൻ പുതിയ വർക്കൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മളെയൊക്കെ തന്നെ വിളിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാം, നിങ്ങളാരും മിസ് ചെയ്യില്ല. ഒരുപാട് സന്തോഷത്തിൽ അഭിനയിക്കാൻ പറ്റിയതിന്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രുതി മധുസൂദനൻ. ശ്രുതി മധുസൂദനൻ. എന്താണ് ശ്രുതി പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് പോകുമ്പോ. അതാണ് ഏറ്റവും ഫസ്റ്റിലെ ഞാൻ പറയുന്നത്. ഇത്രയും പെട്ടെന്ന് നിർത്താന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ഫസ്റ്റിലെ സീരിയലാണിത്. അപ്പൊ ഇത്രയും വലിയ ടീമിന്റെ കൂടെ, ഇത്രയും നല്ല ടീമിന്റെ കൂടെ എനിക്ക് ഫസ്റ്റ് സീരിയൽ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെന്താ, എല്ലാരും മിസ് ചെയ്യും നന്നായിട്ട്, എല്ലാരെയും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായി തുഷാര നമ്പ്യാർ. എനിക്ക് നേരത്തെ ഒരു സ്നേഹം കേക്കിലൂടെ തന്നൊരു വ്യക്തിയാണ് തുഷാര നമ്പ്യാർ. താങ്ക് യു സോ മച്ച്. എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ എന്നെ ഈ പ്രോജക്റ്റിലേക്ക് വിളിക്കുമ്പോൾ സിംഗ് സൗണ്ട് ആണ്, വലിയ പ്രോജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സാഗർ വിളിച്ചത്. അപ്പൊ ഒരു സീരിയലില് സിംഗ് സൗണ്ട് മിന്നരുത്. ഇത്രയും വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറായ സജിയേട്ടൻ ആദ്യം തന്നെ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇട്ടിട്ട് പോകാതെ അവര് സ്റ്റോപ്പ് പറയുന്നത് വരെ നമ്മൾ ഓടിക്കൊണ്ടേയിരുന്നു. അതും ഒരു കുടുംബം പോലെ അടിച്ചു പൊളിച്ചു. എനിക്ക് ആരെയും മിസ് ചെയ്യുന്നില്ല. ഈ ഫംഗ്ഷൻ തന്നെ എനിക്ക് തോന്നുന്നു പുതിയ എന്തിന്റെ തുടക്കമാണെന്ന് തോന്നുന്നത്. സജിയേട്ടാ, ഞങ്ങളൊക്കെ വെച്ച് വീണ്ടും പ്രോജക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കും ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. ഞാൻ എല്ലാരെയും വിളിക്കും. കവി മോളെ ഞാൻ വിളിച്ചിരിക്കും, ഗീത ചേച്ചി, എല്ലാരെയും. റീന ചേച്ചിയൊക്കെ എന്റെ ചങ്കായിട്ട് എപ്പോഴും ഉണ്ടാവും. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൈബ്രന്റ് ആളാണെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജിഷ. രാജിഷ എസ് നായർ. എനിക്ക് മാറിപ്പോയി, രാഗിഷ എന്നാണ്. സോറി. എന്താണ് ചേച്ചി പറയാനുള്ളത്? ഞാൻ പറയണമെന്നില്ലതാണ് കാര്യം. ഞാൻ കാസർഗോഡുകാരിയാണ്. ഞാൻ കുറേ ശ്രദ്ധിക്കേണ്ടി വരും നിങ്ങളോട് സംസാരിക്കുമ്പോൾ. കാര്യം സെറ്റിൽ എന്നെ ഇവരൊക്കെ നല്ലോണം കളിയാക്കാറുണ്ട് ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ. പ്രത്യേകിച്ച്
തോമസ് എന്നെ ശരിക്കും നാട്ടിച്ചു കളയാറുണ്ട് ചില സമയത്ത് സംസാരിക്കും. ഞാൻ പറയട്ടെ, സംസാരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ, കുറച്ചൊക്കെ ശ്രദ്ധിക്കാം. എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷമുണ്ട്. അതിനേക്കാൾ കുറച്ച് കൂടുതൽ സങ്കടമുണ്ട്. ഞാൻ ശരിക്കും ഒരു ക്യാരക്ടറിന് പകരം വന്ന് കയറിയ ഒരാളാണ്. അപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് ഞാൻ ആദ്യം പറയാം, ഞാൻ ഡാൻസ് ടീച്ചറാണ്, ഡാൻസറാണ്. അപ്പോൾ ഇപ്പോൾ തടീനെ പറ്റി കളിയാക്കും, അതുകൊണ്ട് അതിപ്പോൾ വേണ്ട, ഞാൻ ബാക്കി പിന്നെ പറയാം. അപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് പോകാൻ ഇറങ്ങി തന്നെ രാവിലെ വരുന്നൊരു കോള്, അതായത് പിറ്റേ ദിവസം ചെന്നൈ പോകേണ്ട ഞാൻ രാവിലെ ഒരു കോള് വരുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 7:30 ആകുമ്പോഴേക്ക് കൺഫേം ആണ് രാവിലെ 11:30 എത്തണം എന്ന് പറഞ്ഞു. കാസർഗോഡിൽ ഞാൻ എങ്ങനെ 11:30 ഇവിടെ എത്തുന്നില്ലതായിരുന്നു. അതിനിടയിൽ എനിക്ക് പകരം അയക്കാൻ ആൾക്കാരെ തേടേണ്ടതുണ്ട്, അത് അന്വേഷിച്ച് കണ്ടെത്തണം എനിക്ക് പകരം അയക്കാൻ പറ്റുന്നത്. കാരണം ഞാനൊരു ടീം അടക്കാൻ പോകുന്നത്, ഒരു 6 members പോകുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വന്നു, ഭയങ്കര ഒന്നും ആലോചിക്കാണ്ട് വന്ന് കയറിയതാ. പക്ഷെ വന്നത് പുലിമടയിലാണെന്ന് പിന്നെ മനസ്സിലായത്. ടെൻഷൻ അടിച്ച്, എനിക്കറിയാം എൻ്റെ ടെൻഷൻ ഏറ്റവും കൂടുതൽ കണ്ട് ഞാൻ 2ാമത്തെ ദിവസം ഞാൻ ഈസിയാന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു ആക്ടിങ്. ഈസി എന്ന് വിചാരിച്ചാൽ എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ ചിലത് കാണുമ്പോൾ അയ്യേ എന്താ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. അപ്പം അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലായത് എല്ലാവരെ കൊണ്ട് പറ്റുന്ന പണിയല്ല. ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഭരതനാട്യത്തിന്റെ എക്സ്പ്രഷൻസും ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടുണ്ടായത്. ഞാൻ ഷിജു സാറിന് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുള്ള ഒരാളാണ് ഷിജു സാർ. ഞാൻ 2ാമത്തെ ദിവസം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാൻ നിന്ന ആളാണ്. ഞാൻ ശരിക്കും കരഞ്ഞിരുന്നു. ഇത് പകുതി ആർക്കും അറിയില്ലാന്ന് തോന്നുന്നു. അപ്പം അരുണും ഷിജു സാറൊക്കെ കൂടി സംസാരിച്ചു എന്നോട്. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തൊട്ട് സെറ്റിൽ ഫുള്ള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് എന്താണെന്ന് എനിക്കറിയാം, അതൊരു സപ്പോർട്ട് അല്ലെന്നല്ല, പക്ഷെ ആർക്കൊന്നും അറിയില്ലല്ലോ ഞാൻ പുതിയൊരാളാണെന്നോ ഒന്നും കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായില്ല. പിറ്റത്തെ ദിവസം തൊട്ടുള്ള ഒരു സപ്പോർട്ട് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്നിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ഒരുപാട് ഈ മേഖലയെ കുറിച്ച് ഒട്ടും അറിയില്ല, ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ ഇന്നലെ ഭയങ്കര സങ്കടമായിരുന്നു. ഇന്നലെ ഞാൻ പോകാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷെ നിധിയും എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ റീന ചേച്ചിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിന്നപ്പോൾ ഞാൻ ഒന്ന് കാണാം, കാരണം എനിക്കിതൊരു പുതുമയുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചെന്ന് കണ്ടിട്ട് പോവാം, എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കാം എന്നൊക്കെ ചോദിച്ച് നിന്നതാ. പക്ഷെ ഇപ്പം പരസ്യമായിട്ട് എനിക്ക് സങ്കടം വരുമ്പോൾ ഒരു നാണക്കേടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. തുടങ്ങുന്നതിന് മുമ്പേ തീർന്ന പോലെ ഒരു തോന്നല്. കാരണം എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ കുട്ടികളോടൊത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ വേറൊരു ലോകത്തായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ജോലി, അങ്ങനെ ടെൻഷനൊന്നും തരാതെ സെറ്റില് ടൈമിങ്ങിൽ ഷൂട്ടിന്റെ സമയത്ത് വിളിക്കുന്ന സാറ്. അപ്പൊ അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞ് ഷിജു സാർ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ. അപ്പൊ പുതിയൊരാൾ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം പെട്ടു എന്ന് വിചാരിച്ചതാ, ഞാൻ വരാതെ നിന്നാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ രാജാ സാറും ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, രാജാ സാർ കുറെ എന്തൊക്കെ മാനസികങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. സാർ ബുദ്ധിമുട്ടി, പക്ഷെ അത് കാണാനുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, കുറച്ചും കൂടി ആക്റ്റീവായി എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരോടും നന്ദി. എന്നെ ഇതിലേക്ക് എന്താ പറയണ്ടേ ജോയിൻ ചെയ്യിച്ച ഷിജു സാറിനും സജി സാറിനും റീന മാമിനും ഒക്കെ നന്ദി പറയാന്ന്. ഇനി ഞാൻ എന്നെ സ്ക്രീനിൽ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിലല്ല, അത് ഞാൻ പറയാൻ കാര്യം എനിക്ക് ഇത്ര സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ സപ്പോർട്ടും ഞാൻ ഇപ്പൊ പോയി ജോയിൻ ചെയ്ത അവിടുത്തെ സപ്പോർട്ടും ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇവിടുന്ന് കിട്ടുന്ന പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആദ്യത്തെ ആളാണ്, പക്ഷെ എനിക്ക് പറഞ്ഞതിനെ കൊണ്ട് എനിക്ക് ദോഷമുണ്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് അത്രയും സന്തോഷത്തോടെ ഞാനിപ്പോ കാര്യം ഇത് നീണ്ടു പോകുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന അറിയില്ല. ഇവിടെ എത്തിയിട്ടാണ് നിതിൻ എന്നെ പറഞ്ഞത്. നിതിനൊക്കെ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്തിട്ട് നിതിനെ വിളിച്ചിട്ട് ഇവിടെ ഡേറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഞാൻ മിസ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ അറിയില്ല എന്താ പറയണ്ടല്ല. പക്ഷെ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിന്. എന്നെ ഇപ്പം ഡാൻസ് ടീച്ചറായി 14 വർഷമായിട്ട് എന്നെ അറിയാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ അനുരാഗഗാനം എന്നുള്ള സീരിയലിന്റെ ഭാഗമായിട്ട് ഞാൻ വന്നപ്പോഴും എന്നെ തിരിച്ചറിയുന്നുണ്ട്. അത് വലിയ സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ കലാജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇതേപോലെ സംസാരിക്കുമ്പോൾ ഞാൻ വീട് പോകാൻ പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി കവിത നായർ, കവിത ചേച്ചി സ്വാഗതം ചെയ്യുന്നു പ്ലീസ്. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഇനി ശരിക്കും സംസാരിക്കാനുള്ളത് അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എനിക്ക് ഇമോഷണൽ ആവാനായിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്ന് ഇത്രയും പേരുടെ മുമ്പിലാണ് നിൽക്കുന്നത്.
ആൻഡ് ഇന്ന് ഞാൻ ഈ കഥാപാത്രത്തിന് വേണ്ടി ഡബ് ചെയ്ത് തീർത്ത ദിവസമാണ്. എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു പ്യുവർ കൾമിനേഷൻ ഡേ ആണ്. അറ്റ് ദ സെയിം ടൈം എനിക്കിത് പോസിറ്റീവ് നോട്ടിൽ നിർത്താനാണ് താല്പര്യം. മറ്റു പലരും പറഞ്ഞ പോലെ ഈ സീരിയൽ തുടങ്ങി സന്തോഷമുണ്ട്, അതിനേക്കാളേറെ സങ്കടമുണ്ടെന്ന് പറയുന്നു. മില്ലിനീതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. തുഷാര പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ തുടങ്ങിയത് മലയാളം ടെലിവിഷൻ രംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്ന ഇപ്പോഴും ഉള്ളൊരു പ്രൊജക്റ്റാണ്. ഞങ്ങൾ സിംഗ് സൗണ്ട് ട്രൈ ചെയ്തു, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കൊച്ചി പോലൊരു നഗരത്തിൽ എന്നതുകൊണ്ട് ഞങ്ങളത് പിന്നീട് മാറിയതാണ്. പക്ഷെ ആദ്യത്തെ 1-2 മാസം ഞങ്ങൾ എല്ലാ ദിവസവും സിംഗ് സൗണ്ടിൽ വർക്ക് ചെയ്തതാണ്. ആ വർക്ക് ചെയ്ത ആ ഏരിയയിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ആ സമയത്ത് വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിൻ്റെ അടുത്തും ചോദിക്കണം ഞങ്ങൾ എന്തോരം അത് എൻജോയ് ചെയ്തിട്ടുണ്ട്, എത്ര ചലഞ്ചിങ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് ഒരു 5 സിനിമ ചെയ്താലും എനിക്ക് കിട്ടില്ല. ബിക്കോസ് അത്രയും ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു, ഞങ്ങൾ ഒരുപാട് പഠിച്ചു. ഈ സീരിയലിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എല്ലാവരും വന്ന് കയറിയ പോലെ അല്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. ബിക്കോസ് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പ്രൊഡക്ഷൻ ആയാലും ശരി, പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും ശരി. പിന്നെ ഈ പ്രൊജക്റ്റിന് പുറത്തുനിന്ന് കിട്ടിയ ഒരു ഓഡിയൻസ് അത് സ്ഥിരം സീരിയൽ പ്രേക്ഷകരല്ല. ഇവരൊരു സിനിമ ചെയ്ത പോലെ തന്നെയാണ് ഇവർക്ക് കിട്ടിയത്. കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഞങ്ങളുടെ പ്രേക്ഷകരായിരുന്നു. ഇന്നും നീണ്ട കഥ എഴുതി എനിക്ക് അയക്കുന്ന ആൾക്കാരുണ്ട്. സുമിതയെ പറ്റി, മറ്റു കഥാപാത്രങ്ങളെ പറ്റി, കഥയുടെ പോക്കിനെ പറ്റി എന്തെങ്കിലും അവരുടെ എക്സ്പെക്ടേഷൻസിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ വളരെ സിൻസിയർ ആയിട്ട് അവരെനിക്ക് എഴുതാറുണ്ട്. അത് ഇത്രയും നാൾ ഞാൻ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇൻവോൾവ് ആയിട്ട് ആൾക്കാർ, അതും യങ് ആയിട്ടുള്ള ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ അമ്മ ഒക്കെ എന്നല്ലേ പറയാം. പക്ഷെ ഇതിന്റെ ഓഡിയൻസിൽ എനിക്കറിയാം 50% യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അത് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ്. ഐ ആം സോ ഹാപ്പി. സുമിതയെ അക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി എല്ലാവരുടെ അടുത്തും പറയുന്നു. ഇനി എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഫസ്റ്റ് കമ്പനി, ബിക്കോസ് അവർ എത്ര വൃത്തിയായിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അവരെത്ര ഡീസൻ്റ് ആയിട്ട് അത് എൻഡ് ചെയ്യാനും ശ്രമിക്കുന്നു എന്നും കൂടിയാണ്. എത്ര ഫെയർ ആയിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി. ഇപ്പം ഈ പ്രൊജക്റ്റിന്റെ കൂടെ ഇല്ലാത്ത ആൾക്കാർ വരെ ഇവിടെ ഇന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റി. അപ്പം ആ ഒരു ഫെയർനെസ് അതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വലിയ ട്രേഡ് മാർക്കായിരിക്കും. ആൻഡ് അവരുടെ വലിയൊരു ഇംപ്രഷനാണ് അവർ ഇന്ന് നടത്തുന്നത്. ഇനി പിന്നെ ഇവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം, ഈ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. കാരണം ഇത് ഈ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് അവർക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് ടെലിവിഷൻ പ്രൊജക്റ്റാണ്. ഇന്നിത് അവസാനിക്കുമ്പോൾ അവർ ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന അത് സിനിമയായാലും ശരി, സീരിയൽ ആയാലും ശരി, ഇനി അങ്ങോട്ടേക്ക് ഈ പ്രൊജക്റ്റിൽ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ജന്മത്തെ അവരത് റിപ്പീറ്റ് ചെയ്യില്ല. ബിക്കോസ് അത്രയ്ക്കും വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഐ വിഷ് ദം ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പം സജീദ ആയാലും ശരി, റീന ആയാലും ശരി, എവ്രിബഡി വിത്ത് മില്ലേനിയം ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ യു. താങ്ക്സ് ടു യു. പിന്നെ പ്രൊഡക്ഷനിലേക്ക് ഞാൻ വരാം. പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ അതെല്ലാം നികത്തുന്നത്, പാച്ചപ്പ് ചെയ്യുന്നതൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. ആദ്യം വർക്ക് ചെയ്ത ടീം മീഡിയയിലുള്ള എല്ലാ ടെക്നീഷ്യൻസിൻ്റെ അടുത്തും, ഇപ്പോഴുള്ള വിവേക് ആൻഡ് ടീം ഇവരുടെ കമ്പനിയുടെ സ്റ്റുഡിയോ, എല്ലായിടത്തും എനിക്ക് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ഇനി എൻ്റെ വളരെ ഡിയർ ആയിട്ടുള്ള ഡിറക്ഷൻ ടീം, നമ്മൾ എഴുതി എന്ത് കിട്ടുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സംഗീത ചേച്ചി, എനിക്ക് തോന്നുന്നു എനിക്ക് പുള്ളിക്കാരിയെ കാണണമെന്നുണ്ടായിരുന്നു. ചേച്ചി മോൾഡ് ചെയ്ത കഥാപാത്രങ്ങൾ, പിന്നെ അദ്ദേഹം എഴുതിയ സീനുകൾ, ഇതെല്ലാം എത്രമാത്രം ക്ലാരിറ്റിയോടെയാണ് ജനങ്ങളിലേക്ക് പോയത്. എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ അത് എന്തുകൊണ്ട് ആളുകൾ അതെന്താ ഇങ്ങനെ പോയി കൂടെ, കുറച്ചുകൂടെ ബോൾഡ് ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നതിന് അവർ തന്നെയാണ് കാരണക്കാർ. ബിക്കോസ് അവർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ കഥയെ, ഈ ഒരു പ്ലോട്ടിനെ അവതരിപ്പിച്ചത്. സോ അവർക്ക് വലിയൊരു താങ്ക്സ്. ഞാൻ ചെയ്ത എല്ലാ ബെസ്റ്റ് സീൻസും സംഗീത ചേച്ചിയുടേതാണ്. ഐ എം റിയലി താങ്ക്ഫുൾ ടു യു.
ഇനി ഡിറക്ഷൻ ടീം, എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഒരു സീരിയലിൽ ഞാൻ 4-5 ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യണേ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് വളരെ തികച്ചും ടെക്നിക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ്. നമ്മളായിട്ട് ഒരു കാരണങ്ങളും ഇല്ല, അതെല്ലാം സാഹചര്യവശാൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. രാജീവ് സാറ്, പിന്നീട് വന്ന പുരുഷോത്തമൻ സാറ്, പിന്നെ ഷിജു സാറ്, ഇതിനിടയിൽ ഒരു എപ്പിസോഡ് ഡയറക്ടർ ഉണ്ടായിരുന്നു, പിന്നെ രാജ സാറ്. ഈ 4 പേരും സ്വന്തം ഞാൻ ഇന്നു മുതൽ തുടങ്ങുന്നു എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇത്രയും നാൾ ഇതൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് മുതൽ ഇതങ്ങ് ചെയ്യാൻ പോവാണ്, അങ്ങനെയല്ല. അവരുടെ സ്വന്തം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. എല്ലാ കഥാപാത്രങ്ങളെയും അവർ അത്രമാത്രം ഡിയർ ആയിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് പാടില്ല, ഇങ്ങനെ തന്നെ പോണം. അവരുടെ മുകളിലുള്ള പ്രഷറിന്റെ 25% കൂടെ ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല. ഡയറക്ടേഴ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ള ആളുകൾ, പ്രൊഡ്യൂസർ കഴിഞ്ഞ. അതുകൊണ്ട് ഓരോരുത്തരോടും ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞു നന്ദി അറിയിക്കുകയാണ്. ഐ എം റിയലി 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 താങ്ക്ഫുൾ ടു യു. ഇനിയും എന്നെങ്കിലും നിങ്ങളുടെ കൂടെ ഒപ്പം, നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഒപ്പം വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ കാസ്റ്റ്. ഒരു സീരിയല് നമ്മൾ തുടങ്ങി തീർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒരു 1-1.5 ആഴ്ച നമ്മൾ വീട്ടിൽ, നമ്മുടെ അടുക്കളയിലും നമ്മുടെ ബെഡ്റൂമിലും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിൽ വരുന്ന കുറേ ആളുകളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് സംസാരിക്കുക അങ്ങനെയൊന്നുമല്ല, നമ്മളുടെ ഏറ്റവും വീക്കായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സിൽ ഒരു ചിരി, അല്ലെങ്കിൽ എന്താ ചേച്ചി, അല്ലെങ്കിൽ എന്താ കവിത എന്ന് ചോദിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സീരിയലുകളിൽ നമ്മൾ ഒരുപാട് ദിവസം നമ്മുടെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും, നമ്മൾ ആസ് എ ഫാമിലി മെമ്പർ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ അല്ലാതെ തന്നെ ഞാൻ കുറച്ച് ഇപ്പൊ ഇവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്നെ ലൊക്കേഷനിൽ കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഇരിക്കുക, ഞാനൊരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ AGP ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളെന്ന് പറഞ്ഞ ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. ബാക്കിയുള്ള ആൾക്കാരെ എനിക്കറിയില്ല. ബാലമാഷിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കഥ, കവിത, സിനിമ, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് എനിക്കൊരു ക്ലൂ ഇല്ല. ജിജൊക്കെ വന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൽ വന്ന് നിന്ന് ഇന്ന് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരുമായിട്ട് നല്ല റാപ്പും ഉണ്ട്. അപ്പം അതൊക്കെ എൻ്റെ ഗുണമല്ല, നിങ്ങളുടെ മാത്രം ഗുണമാണ്. നിങ്ങൾ എല്ലാവരും വളരെ നൈസായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിനി എന്തെങ്കിലും കശപിശ ഉണ്ടായാലും നിങ്ങൾ നാളെ രാവിലെ അത് ഓക്കെ ആക്കിയിരിക്കും. അത് വലിയ അമേസിംഗ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നെന്ന് പറയുന്നില്ല. എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ആസ് എ കോ ആക്ടർ ഞാൻ അതിലേറെ എൻജോയ് ചെയ്തു. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എന്നും ആ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കും. ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഈ പ്രൊജക്റ്റിൽ കിട്ടിയതിനെക്കാട്ടിലും ഒരുപാട് അപ്രീസിയേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടട്ടെ. ഇനി നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും, വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ വെച്ച് കാണും. അപ്പം നമുക്ക് ഈ ഒരു സീരിയലിനെ പറ്റി നമുക്ക് നല്ല ഓർമ്മകൾ നമുക്ക് അന്നും നമുക്ക് അയവിറക്കാം അല്ലേ? സോ താങ്ക് യു എവ്രിബഡി. ഇനി 2 പേരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഒന്ന് എൻ്റെ പ്രൊഡക്ഷൻ ടീമാണ്. പറയാതിരിക്കാൻ പറ്റില്ല, രമേശ് ആര് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അന്നം തന്നിട്ടുള്ള ആൾക്കാര്, അവരെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. ആ ടീമിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് ഫിസിക്കലി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നു. പിന്നെയുള്ളത് എന്നെ വളരെ സേഫ് ആയിട്ട് എൻ്റെ ഹോട്ടലിൽ നിന്ന് എൻ്റെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയ സാരഥികൾ, ഈച്ച് ആൻഡ് എവ്രി വൺ, ഓരോ ഡ്രൈവറിനെ ഞാൻ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ എന്നെ സേഫ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച്. AGP എനിക്ക് വളരെ 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 ഡിയർ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. ഇനിയിപ്പോൾ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയരുത്. മണിയണ്ണ എല്ലാവരും എനിക്ക് തോന്നുന്നു അവർ ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ നമ്മുടെ പ്രൊജക്റ്റിനോടൊപ്പമുള്ളതാണ്. സോ ശിവ മൂവീസ് സ്പെഷ്യൽ ക്ലാപ്സ്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, താങ്ക് യു സോ മച്ച്. ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, ഞാൻ അത് മറന്നുപോയതല്ല, അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഡയറക്ടേഴ്സിന്റെ കൂടെ ആയിരിക്കും അവർക്ക് ഏറ്റവും നല്ല ബന്ധം, പക്ഷെ ഏറ്റവും കൂടുതൽ അവർ ഞങ്ങളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്.
സോ താങ്ക് യു സോ മച്ച്. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ DOPസിനെയും ഞാൻ സ്നേഹത്തോടെ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. താങ്ക്സ് എ ലോട്ട്. സോ വലിയ നീണ്ട ഒരു പ്രസംഗമായിരുന്നു എനിക്കറിയാം, പക്ഷെ എനിക്കിത് പറഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും മനസ്സിലിരുന്ന് കുത്തും. അതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സുമി കുറിച്ച് ഇവിടെ പറഞ്ഞ ചിലപ്പോ കരയും ജസീല. എനിക്ക് ഒരുപാട് സുമി ആദ്യത്തെ 50 എപ്പിസോഡുകളിൽ ഞാൻ ചെയ്ത കഥാപാത്രം, സുമിയുടെ ആ വേർഷൻ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവും. ബിക്കോസ് എനിക്ക് ഒരുപാട് എന്നെ, എൻ്റെ വിശ്വാസങ്ങളെ, എൻ്റെ രീതികളെ, എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അല്ല എനിക്ക് 23 വയസ്സിലോ 24 വയസ്സിലോ ഞാൻ കണ്ട പ്രൊജക്റ്റാണ് ബഡേ അച്ഛേ ലഗ്തേ ഹൈ. ഞാൻ ഒരു എപ്പിസോഡ് കൂടെ വിടാതെ ഞാൻ സോണിയിൽ ഇരുന്ന് കണ്ട പ്രൊജക്റ്റാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം, അതും എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഈ പ്രൊജക്റ്റിന്റെ റീമേക്ക് മലയാളത്തിൽ എടുക്കുകയാണ്. കവിതയ്ക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയാ, അത് ദേജാവു മൊമെന്റ് ആണ്, ദൈവം കൊണ്ടു തന്നതാണ്. ഇന്ന് ഇയാൾ പറഞ്ഞ പോലെ കാലം കൊണ്ടു തന്നതാണ്. അതിനേക്കാളും വലിയ ഭാഗ്യം ഒരു ആർട്ടിസ്റ്റിന് എവിടുന്നാ കിട്ടുക. സോ സുമിത ചന്ദ്രൻ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് അവസാന ശ്വാസം വരെ ഉണ്ടാവും. ഈ ലേറ്റ്ലി ഈ കുറെ ക്യാരക്ടറിന് കുറെ വൾനറബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഇന്നും അതിൻ്റെ ആത്മാവ് അവിടെ തന്നെയുണ്ട്. സോ ഞാൻ അത് മുഴുവനായും എടുത്ത് തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇത് വലിയ നീണ്ട പ്രസംഗം തന്നെയായിരുന്നു, പക്ഷെ തീർച്ചയായും ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു സ്പീച്ച് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിൻസ് ചേട്ടനെയാണ് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിലിനദിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് റീന ആൻഡ് ഷിബു. രണ്ടുപേരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിലിനദിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റീന ആൻഡ് ഷിബു. പ്രിൻസ് ചേട്ടാ, എന്താണ് പറയാനുള്ളത്? ആദ്യം പറഞ്ഞല്ലോ പറയല്ലേ, എന്താ പറയാ, പിന്നെ AGPയുടെ ലാസ്റ്റ് സംസാരമായിരിക്കും. അപ്പൊ ആദ്യം എനിക്ക് ഈ ക്യാരക്ടർ എന്ന എൻ്റെ മിലേനിയം സജീവേട്ടനോടും കൂടെ നിന്ന റീന മാം, പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാദൃശക്ക, രൂപേഷ് ഏട്ടൻ, പിന്നെ എന്നെ ഒരുപാട് സഹിച്ച നിതിൻ, ശിവേട്ടൻ, ക്യാമറാമാൻ പ്രവിയേട്ടൻ, മധുവേട്ടൻ, വരുന്നേ ഉള്ളൂ വരാം. എല്ലാവരോടും പറയാം. ഞാൻ വരുന്നേ ഉള്ളൂ. ഞാൻ സുബിയുടെ അത്ര സംസാരിച്ചില്ലെങ്കിലും കുറച്ചു നേരം സംസാരിക്കും. എന്നാലേ ഈ സുബി പറഞ്ഞ പോലെ എനിക്കും വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറയണം. ഇല്ല കരച്ചിലും കഴിഞ്ഞോ? കരച്ചില് സൂട് ഊരിച്ചപ്പം കഴിഞ്ഞു. എനിക്കറിയില്ല. ഇനി ഞാൻ വീട്ടിൽ പോയി കരഞ്ഞോളാം ഇടക്കിടക്ക് ഓർത്തിട്ട്. ഇനി എപ്പിസോഡൊക്കെ കുറെ മിസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണണം, എന്നിട്ട് കരയണം. ഓക്കെ. അപ്പം കൂടെ വർക്ക് ചെയ്ത് എല്ലാവരും നല്ല സ്നേഹമുള്ളവരായിരുന്നു. ഞാൻ എൻ്റെ വൈഫിനെ പേര് വിളിച്ചതിനേക്കാളും കൂടുതൽ പേര് വിളിച്ച ഒരാളുണ്ട്, നീനു. കൂടുതൽ മിസ് ചെയ്യുന്ന നീനുവിനായിരിക്കും. എനിക്കറിയില്ല, ഞാൻ ഏറ്റവും കൂടുതൽ പേര് വിളിച്ചിരിക്കുന്നത് നീനുവിനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ. ഞാൻ ഒരുപാട് ആലോചിച്ചൊരു കാര്യമാണത് ഇവിടുന്ന് പോകുമ്പോൾ. പിന്നെ ലൈഫിൽ ഞാൻ ആരായിട്ടും അടി കൂടിയിട്ടില്ല. അടി കൂടിയിട്ട് സങ്കടവും സന്തോഷവും ഉണ്ടായിട്ടുള്ളത് സുമിയായിട്ടാണ്. അയ്യോ, സത്യമായിട്ടും. പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ട ആൾ തന്നെയാണ് ഈ ജാടയൊക്കെ ഉള്ളത്. പാവാണ്, എനിക്കറിയാം. പിന്നെ അടിപിടി കുട്ടേട്ടനായിട്ടായിരുന്നു ലാസ്റ്റ്. അത് പിന്നെ ഞാൻ കുട്ടേട്ടനെ ഈ പറഞ്ഞ പോലെ കരച്ചിലുള്ളത് കൊണ്ട് കെട്ടിപ്പിടിച്ച് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞു, അത് ഓർമ്മിപ്പിക്കല്ല എന്റെ പൊന്നെ. അപ്പൊ എല്ലാരോടും എന്തായാലും എല്ലാരും സന്തോഷമായിരുന്നു. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ എന്നെ കൂടെ വർക്ക് ചെയ്ത
പ്രൊഡക്ഷൻ യൂണിറ്റ്, നമ്മൾ മണിയേട്ടനൊക്കെ തക്കുടു എന്നായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കളിയൊക്കെ, പിന്നെ ഗിരിയേട്ടൻ, എല്ലാവരോടും എന്തോ പറയാൻ കിട്ടുന്നില്ല, എന്നാൽ ആരും വിട്ടുപോകുന്നില്ല. പിന്നെ കൂടെ ഞാൻ വർക്ക് ചെയ്ത എൻ്റെ എല്ലാ ഡയറക്ടേഴ്സും, പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ഇതുപോലെ പല ടെൻഷനിൽ നിന്നും ഇതിലേക്ക് വന്ന് അഭിനയിക്കാനുള്ളൊരു എനർജി കിട്ടിയത് എൻ്റെ ഷിജു സാറിൻ്റെ അടുത്താണ്. ഞാൻ വേറെ ഡയറക്ടറെ കൂടെ ഒന്നും എനിക്ക് വർക്ക് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. ഫസ്റ്റ് സുമിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, കുറച്ച് ആർട്ടിസ്റ്റൊക്കെ അറിയാം. ഫസ്റ്റ് അഭിനയിക്കാൻ വന്നപ്പോൾ തലയിറങ്ങി വീണിട്ടുള്ള ആളാണ് ഞാൻ, പേടിച്ചിട്ട്. പ്രത്യേകിച്ച് സുമിയുടെ മുമ്പിൽ ഇരുന്ന് അഭിനയിക്കുമ്പോൾ ഡയലോഗും ഇല്ലായിരുന്നു. അങ്ങനെ ഫ്രഷറായിട്ട് തലയിറങ്ങി വീണിട്ടുള്ള ഒരാളാണ്. ഇന്ന് അവിടെ നിന്നൊക്കെ തലകറക്കൊക്കെ മാറി എങ്ങനെയോ 200 എപ്പിസോഡ് കവർ ചെയ്തു. അതിന് മെയിൻ കാരണം എനിക്ക് സ്നേഹം തന്ന്, എനിക്കൊരു എനർജി തന്നത് ഷിജു സാർ തന്നെയാണ്. അത് ഡെഫിനറ്റ്ലി ഞാനത് പറഞ്ഞു തന്നെ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അതെൻ്റെ പല ടെൻഷനും കാര്യങ്ങളൊക്കെ വന്ന ഒരു സ്റ്റൈൽ അതായതുകൊണ്ട് ചിലതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല, ചില കാര്യങ്ങളൊന്നും. അതങ്ങനെയാണ്, ഫസ്റ്റ് മുതലേ അങ്ങനെയാണ്. അത് മാറ്റാൻ പറ്റില്ല ലൈഫിൽ നിന്ന്. ഇനി ഇപ്പോൾ തുടർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും, എൻ്റെ ക്രൂ മെമ്പേഴ്സും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഇനി എങ്ങോട്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആലോചിക്കുകയാണ്. പിന്നെ മനുഷ്യരല്ലേ, കരച്ചിലുണ്ടാവും, ദേഷ്യം ഉണ്ടാവും, കുശുമ്പ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യരാവുന്ന എന്നെ എൻ്റെ ഫാദർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിനക്ക് കരയാൻ തോന്നിക്കഴിഞ്ഞാൽ കരയണം, ദേഷ്യം പിടിക്കേണ്ടടുത്ത് ദേഷ്യം പിടിക്കണം. എന്താണോ നിനക്ക് തോന്നണേ അതങ്ങനെ ചെയ്യണം, എന്നാലേ നിന്റെ മനസ്സ് നന്നാവൂ എന്ന് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. മെയിനായിട്ട് ഇതുപോലൊരു അവസരം നിന്ന് മിലേനിയൻ സജിയേട്ടനും റീന മാമിനും രൂപേഷ് ഏട്ടനും നാദൃശ്യക്കും എല്ലാവർക്കും ഇതുപോലെ ഗിരിധർ നമ്പ്യാർ എന്നൊരു കഥാപാത്രം ചെയ്യാൻ വലിയ ഭാഗ്യമാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വലിയൊരു അവാർഡായിട്ട് കരുതുകയാണ്. ഈ ക്യാരക്ടർ ചെയ്യാൻ തനിക്കേ പറ്റൂ, വേറെ ആര് ചെയ്താലും നന്നാവില്ല എന്ന് ഒരാളെ രണ്ടാരോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ഡയലോഗാന്ന് കരുതി. പക്ഷെ എനിക്ക് പല സ്ഥലത്തു നിന്നും ആ ഒരു ഡയലോഗ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. എൻജോയ് ചെയ്തു, ചെയ്യാൻ പറ്റി, ഇവിടം വരെ എത്താനും പറ്റി. ഇന്ന് ദൈവം സഹായിച്ചിട്ട് കുറച്ച് പേര് അറിയപ്പെടുന്നുണ്ട് ഈ ഒരു സീരിയലിലൂടെ. അതിൻ്റെ സന്തോഷമുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പം ഇന്ന് മുതൽ ഇന്ന് രാത്രി സന്ധ്യ കഴിയുമ്പോൾ എല്ലാവരും പിരിയാണ് അല്ലേ. ഇനി എപ്പോൾ കാണും? ഞാനും 3 ദിവസം കഴിഞ്ഞാൽ ഞാനും ചെന്നൈക്ക് പോകും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഇനി വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കാണലുണ്ടാവില്ല. ഓക്കെ, എല്ലാവരോടും വലിയൊരു ബൈ. കരയുന്നില്ല കേട്ടോ, ഉള്ളി കരഞ്ഞോളാം. ബൈ ബൈ എല്ലാവരോടും. പ്രിൻസ് ചേട്ടാ പോവാറായില്ല, 2 അവാർഡ് കൂടെ നമുക്ക് കൊടുക്കാനുണ്ട്. പ്ലീസ്, ചേട്ടനാണ് നൽകുന്നത്, അത് ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ, ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മൻഷാദ്. ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു മൻഷാദ്. ഗിരിധർ നമ്പ്യാറിന്റെ അളിയൻ. അളിയൻ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് സീരിയൽ ചെയ്യുന്നത്. ഇങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത് ഒരു സീരിയൽ. ഈ സീരിയല് വല്ലപ്പോഴേ വരുള്ളൂ. അളിയനാണ്, ദുബായിലാന്നും പറഞ്ഞിട്ട് വല്ലപ്പോഴേ വരുള്ളൂ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ സീരിയൽ ചെയ്യാൻ കഴിഞ്ഞത്. UK മത്തിക്കച്ചവടത്തിന് വിട്ടിരിക്കുകയായിരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ നിഖിൽ രവി. നിഖിലേട്ട ഒരു 2 വാക്ക്. ഞാൻ സീരിയലിന്റെ 90ാമത്തെ എപ്പിസോഡില് ഞാൻ നിർത്തിയതല്ല, അത് എനിക്ക് പോകേണ്ടി വന്നു, ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ എന്നാലും ഈ സീരിയലിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാറുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ നമ്മുടെ എഡിറ്ററുണ്ട് ലിബിൻ, അവനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് പോകുന്നത് കാര്യങ്ങളെല്ലാം. കാരണം ഈ സീരിയൽ അത്രയും നന്നായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാൻ ഇതിൽ നിന്ന് പോയെങ്കിലും
അപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലിബിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ നിർത്തുന്നു എന്നുള്ള അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമാണ്. പക്ഷെ എന്നാലും അത് അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഇനി പുതിയ പ്രൊജക്റ്റുകൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് സഹിച്ചേണ്ട കൂടെ മുന്നോട്ട് പറ്റുക എന്നുള്ളതാണ്. കാരണം സഹിച്ചേൻ്റെ കൂടെ ഏത് രീതിയിലാണെങ്കിലും സഹകരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. കാരണം സഹിച്ചേൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഇന്നേ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഞാനിപ്പോൾ സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഹിച്ചേട്ടൻ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് അത് അത്രയും വലുതായിരുന്നു. സഹിച്ചേട്ടനോട് താങ്ക്സ് ഏറ്റവും പറയുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അജയ് കുമാർ. എന്താണ് ചേട്ടാ പറയാനുള്ളത്? നമസ്കാരം. സിജു സാർ വഴിയാണ് ഞാൻ ഇതിനകത്ത് വന്നത്. സിജു സാറിൻ്റെ ഏത് വർക്ക് ഉണ്ടെങ്കിലും എനിക്കൊരു വേഷം ഉണ്ടാവും. നല്ലൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. പറയാൻ പറ്റുന്ന എല്ലാവരും തീർച്ചയായിട്ടും മനസ്സിലാവും. താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു സോ മച്ച് പ്രിൻസ് ചേട്ടാ. അപ്പോൾ എൻ്റെ വളരെ ആത്മാർത്ഥ സ്നേഹിതന്മാരിൽ 2 പേരാണ് അവസാനം ഡയറക്റ്റ് ചെയ്തത്. ഒന്ന് രാജയും ഷിജു. അപ്പോൾ ഷിജു എന്ന് പറഞ്ഞാൽ ഷിജു ഞാനും തമ്മിലൊരു ആത്മബന്ധം അത്ര വലുതാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ടെലിവിഷൻ സീരിയലിൽ വർക്ക് ചെയ്യാൻ വരികയും ഒരേ കാലഘട്ടത്തിൽ സംവിധായകരാവുകയും ഞാനൊരു ടെലിവിഷൻ സീരിയൽ സംവിധായകനായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. അതിനുശേഷമാണ് ഞാൻ എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞത് ആവുകയും അങ്ങനെ ജോലി ചെയ്ത 2 ആളുകളാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായത്. പിന്നെ സജിയേട്ടനെ കുറിച്ച് പറയാൻ എന്താ പറയുക വാക്കുകളില്ല. നമ്മൾ ഒരുപക്ഷെ സജിയേട്ടന് ഈ സീരിയലിൻ്റെ പ്രൊഡക്ഷനിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റേത് പ്രൊഡ്യൂസറാണെങ്കിലും ഇവിടെ പരമ്പരാഗതമായിട്ട് സീരിയൽ ചെയ്യുന്ന ഇഷ്ടം പോലെ പ്രൊഡ്യൂസറുണ്ട്. എല്ലാവരുമായിട്ടും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. ആരാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 50-ാമത്തെ 60-ാമത്തെ എപ്പിസോഡിൽ ഈ സീരിയൽ നിർത്തിയിട്ട് പോകുമായിരുന്നു. അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് മാത്രമല്ല അതിന് ഭംഗിയായിട്ടുള്ളൊരു അവസാനം ഉണ്ടാക്കുകയും ചെയ്തു. അതിന് സജിയേട്ടനോടും മില്ലേനിയത്തിനോടും ഒരുപാട് നന്ദിയുണ്ട്. അതുകൂടാതെ ഈ സീരിയലുമായിട്ട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകളോടും ടെക്നീഷ്യന്മാരോടും എല്ലാവരോടും ഞാൻ ലൊക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഒരു നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഒരു രസകരമായൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരു 6-7 വർഷം മുമ്പ് ഒരു സീരിയലിൻ്റെ പാക്കപ്പ് പാർട്ടി ഇതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു. അപ്പോൾ ഞാൻ ആ സീരിയലിൻ്റെ ഭാഗമായിരുന്നില്ല. ആ സീരിയലിൻ്റെ നിർമ്മാതാവ് എൻ്റെ സുഹൃത്തായതുകൊണ്ട് എന്നെ ആ ചടങ്ങിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ ആ ചടങ്ങിന് പോയപ്പോൾ അവിടെ അന്ന് എനിക്ക് തോന്നുന്നു 8 വർഷം മുമ്പാണ്. അന്ന് ആ സീരിയലിൻ്റെ ആ പാക്കപ്പ് പാർട്ടിയിൽ ഇപ്പോൾ ഔസേപ്പ് ബച്ചൻ സാറ് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നതുപോലെ അന്ന് അവിടെ വന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ടുള്ള ഇന്നത്തെ പുതുപ്പള്ളി MLA ആയിട്ടുള്ള ചാണ്ടി ഉമ്മനായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കാരണം സ്ക്രിപ്റ്റ് റൈറ്റർ സുഹൃത്തായിരുന്നു ചാണ്ടി ഉമ്മൻ. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. സ്ക്രിപ്റ്റ് റൈറ്റർ വേറെ ആരുമല്ല, ഇതിൻ്റെ കഥ എഴുതിയ സംഗീത മോഹനായിരുന്നു. അപ്പം ചാണ്ടിയോട് ഒരു പരിപാടിക്ക് വരണം, ഒരു സീരിയലിൻ്റെ പാക്കപ്പ് പാർട്ടി ഉണ്ട്, ഗസ്റ്റായിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി വന്നു. അപ്പോൾ ഈ സീരിയൽ നിർത്താൻ പോവുകയാണെന്നുള്ള കാര്യം പുള്ളിക്ക് അറിയില്ലായിരുന്നു. ഒരു സീരിയലിൻ്റെ പാർട്ടി എന്നേ അറിയുള്ളൂ. അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ചു. അത് നന്നായി പോയൊരു സീരിയലാണ്. ഒരു 600 എപ്പിസോഡോളം പോയതിന് ശേഷമാണ് നിർത്തിയത്. പുള്ളി അവിടെ നിന്ന് പ്രസംഗിച്ചു, ഈ സീരിയൽ ഇനി അങ്ങോട്ട് ഒരു 1000 എപ്പിസോഡുകൾ പോകട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി പുള്ളിക്ക് ഈ ചടങ്ങ് ഇത് സീരിയൽ നിർത്താൻ പോകുന്ന കാര്യമാണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മളത് തമാശയായിട്ട് എടുത്ത് എല്ലാവരും ചിരിച്ചു, കളിച്ചു, ഭക്ഷണം കഴിച്ചു, എല്ലാവരും പിരിഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഈ പ്രൊഡ്യൂസർ എന്നെ വിളിക്കുകയാണ്. ഈ ചാണ്ടിയുടെ നാക്ക് പൊന്നാണ് കേട്ടോ എന്ന്. ഞാൻ ചെന്തേ ചാനലിൽ നിന്ന് വിളിച്ചിരുന്നു, ഒരു 200 എപ്പിസോഡും കൂടെ കണ്ടിന്യൂ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഈ സീരിയൽ ഇനിയും 1000 എപ്പിസോഡുകൾ പോകട്ടെ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വിഷ്. ഈ ഒരു മൊമെന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ എല്ലാവരെയും ഞാൻ നേരിട്ടാണ് കാണുന്നത്.
ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഈ സ്കൂളിലും കോളേജും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു വലിയ മിസ്സിംഗ് ആണിത്. ഒപ്പം തന്നെ എല്ലാവരും എടുത്തു പറഞ്ഞൊരു പേരാണ് സജി മില്ലേനിയം, നിങ്ങളുടെ സ്വന്തം സജി സാർ. അദ്ദേഹത്തെ കുറിച്ച് അപ്പം കേട്ടപ്പോൾ തന്നെ ഒരുപാട് മനസ്സിലായി. അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് വാക്കുകൾ എന്ന് പറയാൻ തന്നെ സാധിക്കുന്നില്ല. കാരണം ഇത്രയും വലിയ ഒരു സംഭവത്തിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒപ്പം തന്നെ എല്ലാവരും പറഞ്ഞു കേട്ടു ഇത്തരത്തിൽ. എനിക്കിപ്പോ സീരിയലൊന്നും എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ സീരിയലിന്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള പാക്കപ്പ് പാർട്ടിയൊക്കെ ആദ്യമായിട്ടാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടു. തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. മാത്രമല്ല, ഇനിയിപ്പം എന്ത് പ്രോഗ്രാം ആണെങ്കിലും എന്ത് വർക്ക് ആണെങ്കിലും നമ്മുടെ തെറ്റ് കണ്ടാൽ ഒരുപാട് പേര് അതിനെ തിരുത്താനും അതുപോലെ തന്നെ ഒരുപാട് പേര് വിമർശിക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ തെറ്റൊന്നുമില്ലാതെ എല്ലാവരെയും സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുക, എല്ലാവർക്കും സ്നേഹം നൽകുക എന്ന് പറയുന്നത് അത് തീർച്ചയായും എല്ലാവർക്കും ഒന്നും സാധിക്കുന്ന കാര്യമല്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് സാധിക്കുന്നത്. അതിലൊന്ന് തന്നെയാണ് സജി സാർ എന്ന് പറയുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനി ഇപ്പം ഒരു ഫോട്ടോ സെറിമണിയാണ് നടക്കാൻ പോകുന്നത്. അനുരാഗ ഗാനം പോലെ എന്ന സീരിയലിലെ ഒരുപാട് ക്യാരക്ടേഴ്സ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എവിടെ ഓരോരുത്തരായി, പ്രിൻസ് ചേട്ടൻ, കവിത ചേച്ചി, എല്ലാവരും വരൂ പ്ലീസ്.